ലോകം മുഴുവൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നിമിഷങ്ങൾക്ക് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നു ഗാസ. കഴിഞ്ഞ 2 വർഷക്കാലം ലോകത്തിന് മുഴുവൻ ആശങ്ക നിറച്ച യുദ്ധക്കാഴ്ചകൾക്ക് ഒരു പരിസമാപ്തിയാകുന്നു. അതിന്റെ തുടക്കം എന്ന നിലയ്ക്കാണ് ബന്ദികളെ കൈമാറുന്നത്. ഇസ്രയേലി പൗരന്മാരായി 20 പേർ ഹമാസിന്റെ കൈവശമുണ്ടായിരുന്നു. ഒപ്പം തന്നെ 1200-ലേറെ പലസ്തീനികൾ ഹമാസുമായി ബന്ധപ്പെട്ടവരും അല്ലാത്തവരുമൊക്കെയായ ആളുകൾ ഇസ്രയേലിന്റെ കൈവശമുണ്ടായിരുന്നു. ഇവരെ പരസ്പരം കൈമാറിക്കൊണ്ട് റെഡ് ക്രോസിന്റെ നേതൃത്വത്തിൽ പരസ്പരം കൈമാറ്റം ചെയ്തുകൊണ്ട് ആ സമാധാന ശ്രമത്തിലേക്ക് അല്ലെങ്കിൽ കാലത്തേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഈ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് നമുക്ക് സൗമ്യ അതിനെക്കുറിച്ച് നമ്മളോട് കൂടുതൽ സംസാരിക്കുകയും ചെയ്യും. സൗമ്യ, ഇപ്പോൾ 13 പേരെ കൈമാറിയെന്നല്ല, എല്ലാവരും എനിക്ക് തോന്നുന്നു ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന് സമാധാനമായാൽ മതി. ഇനി അവരുടെ സാധാരണ ജീവിതത്തിലേക്കൊക്കെ മടങ്ങാൻ ഒരുപാട് കാലം എടുക്കും. ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതാണ്. പക്ഷേ എങ്ങനെയാണ് ഇപ്പോൾ ഈ കൈമാറ്റ പ്രോസസ്സ് നടക്കുന്നത്? ഈ ഇസ്രയേലിൻ്റെ ഭാഗത്ത് കുറേ ആളുകളുണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ സുരക്ഷാ കാര്യങ്ങളൊക്കെ നോക്കി ഇപ്പോൾ സമാധാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരാളെ കൈമാറുമ്പോൾ അതിൻ്റെതായ സൈനികമായ നടപടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ എത്ര സമയം പ്രതീക്ഷിക്കണം ഈ ഒരു പ്രോസസ്സ് പൂർത്തിയാകും? എനിക്ക് മനസ്സിലാക്കുന്നത് കൃത്യമായി ഇതിൻ്റെ ഒരു ഘടനയോ കാര്യങ്ങളോ അവർ പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് മനസ്സിലാകുന്നത് ഇസ്രയേലികളായ ബന്ദികൾ, അതായത് ഹമസിന്റെ പക്കലുള്ള ബന്ദികളെയാണ് ഇപ്പോൾ വിട്ടയച്ചുകൊണ്ടിരിക്കുന്നത്. അവരിൽ 13 പേരാണ് അവരുടെ കുടുംബങ്ങൾക്ക് അടുത്തേക്ക് എത്താൻ പോകുന്നത്. റെഡ് ക്രോസ് ആണ് ഇതിന് ഒരു മധ്യസ്ഥത വഹിക്കുന്നത്. റെഡ് ക്രോസ് ഈ ബന്ദികളെ ഹമാസിൽ നിന്ന് റെഡ് ക്രോസിന് കൈമാറുന്നു. റെഡ് ക്രോസ് പിന്നീട് ഇസ്രയേലി സൈന്യത്തിന് കൈമാറുന്നു. ഇതാണ് രീതി. അപ്പോൾ ഈ തരത്തിൽ ഗസയുടെ പല ഭാഗങ്ങളിൽ നിന്നും ആദ്യത്തെ 13 പേരെ ഞാൻ മനസ്സിലാക്കുന്നത് ഗസയുടെ വടക്കൻ സ്ട്രിപ്പ് ഓഫ് ഗസ അവിടെ നിന്നാണ് ഇവരെ സ്വീകരിച്ച് റെഡ് ക്രോസ് ഇസ്രായേൽ സൈന്യത്തിന് കൈമാറിയിരിക്കുന്നത്. എന്തായാലും ഇനിയും ഈ പറഞ്ഞതുപോലെ പലസ്തീനികളായ ഏകദേശം 2000-ന് ആളുകളെ 1900 ചില്ലുവാന ആളുകളെ കൈമാറേണ്ടതുണ്ട്. ഇതിൽ 250 പലസ്തീനികൾ, ഗസയിലുള്ളവർ മാത്രമല്ല പലസ്തീനികളെ ജയിലിൽ അടച്ചവരുണ്ട്. അതല്ലാതെയുള്ള ഗസയിലുള്ളവരായ ആളുകൾ അതെ അത്തരത്തിൽ തടവറയിലാക്കിയിട്ടുള്ള ആളുകളുണ്ട്. ആ ആളുകളെ ഉൾപ്പെടെ കൈമാറേണ്ടതുണ്ട്. അതൊരു ഏറ്റവും ആദ്യത്തെ 20-ദിന പദ്ധതി ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. ഈ 20-ദിന പദ്ധതിയിലെ ഏറ്റവും ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഒന്ന്, ഇസ്രായേൽ സൈന്യം പിന്മാറണം, പൂർണ്ണമായും മാറണം. എന്നാൽ നിലവിൽ ഭാഗികമായ ഒരു പിന്മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ ബന്ദികളുടെ മോചനമായിരുന്നു. അപ്പോൾ ആ തരത്തിൽ 13 പേർ അവരവരുടെ കുടുംബങ്ങൾക്ക് അടുത്തേക്ക് എത്താൻ അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. പൂർണ്ണമായി ഇസ്രായേൽ സൈന്യത്തിന് കൈമാറി കഴിഞ്ഞിരിക്കുന്നു. ഇനി ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വലിയ തോതിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വെച്ചിരുന്നത് ഒരു നിബന്ധന എന്ന് പറയുന്നത് ഈ ദൃശ്യങ്ങളും ഈ ഇത്തരത്തിലുള്ള കൊറിയോഗ്രാഫി സാധനങ്ങളൊന്നും ഇത്തവണ പാടില്ല. പകരം ഈ കൈമാറ്റം പൂർണ്ണമായും ഒരു ആ ചട്ടപ്രകാരം ആയിരിക്കണം എന്നുള്ളൊരു നിബന്ധന മുന്നോട്ട് വെച്ചിരുന്നു ഇസ്രായേൽ. കഴിഞ്ഞ തവണ ഹമസിന്റെ ഭാഗത്തുനിന്ന് വലിയ നാടകം ഉണ്ടായി എന്നുള്ള ഒരു ആരോപണമാണ് അവർ ഉന്നയിച്ചത്. എന്തായാലും അതുകൊണ്ട് ഇത്തവണ വലിയ രീതിയിൽ മീഡിയ കവറേജ് ഇതിന് കൊടുത്തിട്ടില്ല. എന്നാൽ കൃത്യമായ അപ്ഡേറ്റ്സ് വരുന്നുണ്ട് എത്ര പേരെ കൈമാറി. ഇപ്പം നിലവിൽ ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുന്നത് 13 പേരെ അവരുടെ പക്കലെത്തി എന്നുള്ളതാണ്. 20 പേരാണ് ആകെയുള്ളത്. ഇന്ന് ഇപ്പോൾ ട്രംപ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ട്രംപ് ഇസ്രായേലിലെത്തി. ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ സ്വീകരിച്ചു. അവിടെയുള്ള ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയൊക്കെ ട്രംപിന് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെ ആശ്വാസത്തിന് അത് ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചർച്ചയും കൂടിക്കാഴ്ച, പിന്നെ മാത്രമല്ല ബന്ദികളായ ആളുകളുടെ, അതായത് മോചിപ്പിക്കുന്ന ബന്ദികളുടെ കുടുംബങ്ങളുമായിട്ട് ട്രംപ് കൂടിക്കാഴ്ച നടത്തുമെന്നൊക്കെയാണ് ഈ പദ്ധതിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ കൂടിക്കാഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം ട്രംപ് ഈജിപ്തിലേക്ക് മടങ്ങും. അവിടെ ട്രംപ് അധ്യക്ഷത വഹിക്കുന്ന, ട്രംപും ഈജിപ്ത്യൻ പ്രസിഡന്റുമാണ് ഈ അധ്യക്ഷത വഹിക്കുന്നത് ഈ ഉച്ചകോടിയിൽ. അപ്പോൾ അവിടെ വെച്ച് 20-ലധികം രാഷ്ട്ര നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് വിദേശകാര്യ സെക്രട്ടറിയാണ് പങ്കെടുക്കുന്നത്. നരേന്ദ്രമോദിക്ക് ഇതുണ്ടായിരുന്നു, ക്ഷണമുണ്ടായിരുന്നു, പക്ഷേ പങ്കെടുക്കുന്നില്ല എന്ന് വെച്ച് പകരം വിദേശകാര്യ സെക്രട്ടറിയാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ, പ്രത്യേകിച്ചും ഗസയിലേക്ക് തിരിച്ചിപ്പോൾ ഈ സമാധാനം നിൽക്കുമ്പോൾ ഇന്നലെ വന്ന റിപ്പോർട്ട് അവിടെ ഹമാസിന്റെ സംഘവും മറ്റൊരു സായുധ സംഘവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. 27 പേർ കൊല്ലപ്പെട്ടു. സംഭവിച്ചത് ഈ ജോർദാൻ, ഒരു പഴയ ജോർദാൻ ആശുപത്രി, ആ കെട്ടിടത്തിൽ കുറെ പേർ അഭയം തേടിയിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സായുധ ഒരു സംഘമുണ്ട്. അവരിൽ കൂടുതൽ പേരും താമസിച്ചിരുന്ന, അവരിൽ അഭയം പ്രാപിച്ചിരുന്ന ഒരു കെട്ടിടമായിരുന്നു ഇത്. ഈ കെട്ടിടം ഒഴിപ്പിച്ച് അവിടെ പുതിയൊരു താവളം സജ്ജീകരിക്കാൻ വേണ്ടി ഹമസിൽ ചിലർ വന്നു. അതാണ് പ്രകോപനം ഉണ്ടാക്കിയതെന്നൊക്കെയാണ് വാർത്തകൾ പറയുന്നത്. എന്തായാലും ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ പറഞ്ഞ പോലെ 27 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ലോകം ചേർന്നൊരു സമാധാന ശ്രമത്തിലേക്ക് വരുമ്പോൾ വീണ്ടും അവരുടെ ഇടയിൽ
ഉള്ള ഭിന്നതകളും ഒക്കെ വീണ്ടും ഒരു പ്രശ്നം സ്വാഭാവികമായ ഒരു നമ്മൾ ഈ പറയുന്നത് പോലെ എളുപ്പത്തിൽ അവിടെ ഒരു ആ അൺറെസ്റ്റ് ഒന്ന് സെറ്റിൽ ചെയ്യാൻ സമയമെടുക്കും. പിന്നെ അവർ ഒരുപാട് ഇത് കടന്നുപോയ ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പൊ പറയുന്നത് പലസ്തീനിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്ന് ഗസയിലേക്ക് തിരിച്ചെത്തുന്ന ആളുകൾ ഞെട്ടിയിരിക്കുകയാണ്. അവർ പോകുമ്പോൾ ഉണ്ടായിരുന്ന നഗരമോ സ്ഥലമോ എന്നല്ല, അവർക്ക് ജീവിതം എന്താ പറയാ, നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ആവശ്യവും ഇല്ല. അപ്പൊ അത് ചർച്ച ചെയ്യാൻ കൂടിയാണ് ഈ ഒരു ഉച്ചകോടി എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ വലിയ രീതിയിൽ ആ ചർച്ച നടക്കേണ്ടതുണ്ട്. എല്ലാ രാജ്യങ്ങളും എല്ലാ ലോകം മുഴുവൻ ഒന്നിച്ചു നിന്ന് ഗസയ്ക്ക് ഒരു പുതിയ സമാധാനം ഉണ്ടാവട്ടെ. നമുക്ക് അടുത്ത വർഷം ഈ സമയത്തൊക്കെ ഗാസ പുതിയ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പങ്കുവയ്ക്കാൻ കഴിയട്ടെ. സമാധാനം ഉണ്ടാകട്ടെ, ഇനി യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ. ശരി സൗമ്യ. അപ്പോൾ ഇതാണ് നമ്മൾ ഗാസയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രോസസ്സ് നടക്കുകയാണ്. ഒരുപാട് സമയമെടുക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പെട്ടെന്ന് പൂർത്തിയാകുന്ന നടപടികളല്ല.